ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അള്ളാഹുവിന്റെ നരകത്തെ ഓർത്ത് കരയാനാണ്. സുഹൃത്തുക്കളെ, അല്ലാമാ ശിബിലി റഹ്മത്തുള്ളാഹി ഒരു ദിവസം നഗരപ്രദേശത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അതാ ഒരു കൊച്ചു കുഞ്ഞതാ, ഒരു കൗമാരപ്രായക്കാരനതാ വിങ്ങി വിങ്ങി കരയുന്നു. മഹാനവർ ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? നിനക്കെന്താ? അതാ ആ കുഞ്ഞിന്റെ സമപ്രായക്കാരനതാ കളിച്ചുണ്ടെത്തിക്കുകയാണ്. അപ്പോൾ മഹാനവർ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? നിന്നെ കളിയിൽ ചേർക്കാത്തത് കൊണ്ടാണോ, അതല്ല നിനക്ക് വിസന്ധിച്ചാണോ? ഓ മഹാനവർകളെ, അതുകൊണ്ടല്ല. ഇന്നലെ നിങ്ങൾ പ്രസംഗം നടത്തിയില്ലേ? ആ പ്രസംഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അള്ളാഹു ആ പ്രസംഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ ഒരാഴ്ച പറഞ്ഞു തന്നില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നരകത്തെ ഓർത്ത് കഴിഞ്ഞ ഒരു സുഹൃത്തിനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ഈ കൗമാരപ്രായക്കാർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മദ്യമാണ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നത് എന്ന് പരിചയപ്പെടുത്തിയ കൗമാരത്തിന്റെ നടുവിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കൗമാരക്കാരനെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. സുഹൃത്തുക്കളെ, നരകത്തെ ഓർത്ത് കഴിഞ്ഞാൽ ആ ഒരു തുള്ളി കണ്ണീരിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയുമോ? നാളെ നമുക്ക് വേണ്ടി എല്ലാവരെയും നമുക്ക് വേണ്ടി സാക്ഷി പറയും, നമുക്കെതിരായി സാക്ഷി പറയും. അപ്പോൾ ഒരു അവയവം മാത്രമേ നമുക്ക് വേണ്ടി സാക്ഷി പറയൂ. കാല് പറയും, ഇതുകൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയതാ. ഈ കൈ പറയും, ഇതുകൊണ്ട് ടിക്കറ്റ് എടുത്തതാ. വയറ് പറയും, ഇതുകൊണ്ട് പൈസ നിന്നതാ. എല്ലാ അവയവവും നമുക്ക് വേണ്ടി സാക്ഷി പറയും. അപ്പോൾ ഒരു അവയവം മാത്രമേ എഴുന്നേറ്റ് പറയും. കൺപോളകളും കൺതിരിജകങ്ങളും പറയും, ഇതുകൊണ്ട് എന്റെ നരകത്തെ ഓർത്ത് കരിഞ്ഞിട്ടുണ്ട് റബ്ബേ, ആ തണുപ്പ് ഞാൻ അനുഭവിച്ചോല്ല എന്ന് പറഞ്ഞു. ആരാ അബൂബക്കർ, ആരാ ഉമർ, ആരാ മുആദ്, ആരാ ഉബൈ? എല്ലാവരും നരകത്തെ കുറിച്ച് കരഞ്ഞിട്ടുള്ളവരാണ്. ഞാനും നിങ്ങളുമോ കരഞ്ഞിട്ടില്ല. 21ാം നൂറ്റാണ്ട് 2013 നമ്മൾ എങ്ങനെയാണ് നരകത്തെ ഓർത്ത് കരയുക? മൈക്കൽ ജാക്സന്റെ ഫോട്ടോ ടീഷർട്ടിൽ വെച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്ക് എങ്ങനെയാ നരകത്തെ ഓർത്ത് കരയാൻ പറ്റുക?